എല്ലാവർക്കും നമസ്കാരം. രേണുസുധിയുമായി ബന്ധപ്പെട്ട് ഇനിയൊരു വീഡിയോ ചെയ്യേണ്ടതില്ല എന്ന തീരുമാനത്തിലായിരുന്നു. പക്ഷേ ഇന്നലെ രേണുസുധി അവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച ഒരു വീഡിയോ കണ്ടപ്പോൾ അതിന് മറുപടി നൽകണം എന്ന് തോന്നി. കാരണം അത് മറുനാടൻ മലയാളിക്കെതിരായ വീഡിയോ ആയിരുന്നു. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയോട് എന്ന രീതിയിലാണ് രേണുസുധി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തെ അവഹേളിക്കുന്ന തരത്തിൽ നിരവധിയായ രീതിയിൽ രേണുസുധി മറുപടി പറയുന്നുണ്ട്. എല്ലാവരെയും പേടിപ്പിക്കാൻ വരുന്നതുപോലെ എന്നെ പേടിപ്പിക്കാൻ താങ്കൾ ആരാണ് എനിക്ക് മാപ്പ് തരാൻ? കോടതിയാണോ? നന്മമരമായി സ്വയം ചിത്രീകരിക്കുകയാണ്. താനൊക്കെ എന്തൊരു നന്മമരമാണ്, നികൃഷ്ടമായി ഞങ്ങളെ കാണുന്നു എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് പൂർണ്ണമായും മറുനാടൻ മലയാളി അവഹേളിക്കുന്ന രേണുസുധിയെയാണ് ആ വീഡിയോയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വീഡിയോ രേണുസുധി കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ആ രേണുസുധിയോട് പറയാനുള്ളത്, വ്യക്തിപരമായി രേണുസുധി എന്ന് പറയുന്ന സ്ത്രീയോട് എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. താങ്കൾ ഒരു നടിയാണ്, അഭിനേത്രിയാണ്. താങ്കൾ ഒരു കുടുംബം പോറ്റാൻ വേണ്ടി ജോലിക്ക് പോകുന്ന ആളാണ്. ആ നിലയിലേക്ക് താങ്കളോടുള്ള ബഹുമാനം നിലനിർത്തുന്നു. മാത്രമല്ല, മോറൽ പോലീസിങ്ങും രേണുസുധിയെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ചെയ്യുന്ന നിരവധി കമൻറ്റുകളും യൂട്യൂബ് വീഡിയോകൾക്കുമൊക്കെ എതിരാണ് ഞാൻ. ഒരു വ്യക്തിയെയും ആ തരത്തിൽ സോഷ്യൽ ഓഡിറ്റ് ചെയ്യപ്പെടാൻ പാടില്ല എന്നും സോഷ്യൽ മോബിലിംഗ് ചെയ്യാൻ പാടില്ല എന്നും ഒക്കെ വിചാരിക്കുകയും അങ്ങനെ അഭിപ്രായമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. നമുക്ക് തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. രേണുസുധി ആ വീടിനെക്കുറിച്ച് സംസാരിക്കുകയും മറുനാടൻ മലയാളി ചുറ്റുമതിൽ പണിതതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളുമൊക്കെ വീഡിയോയിലുടനീളം രേണുസുധിയും രേണുസുധിയുടെ അച്ഛൻ തങ്കച്ചനും ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ രേണുസുധി ചോദിക്കുന്നൊരു കാര്യം, 24 ന്യൂസിനോടും ഫ്ലവേഴ്സ് ചാനലിനോടുമൊക്കെ നമുക്ക് മറുനാടൻ മലയാളിക്കുള്ള വിരോധം ഉണ്ട്, അതൊക്കെ ഞങ്ങൾ പിന്നീടാണ് അറിയുന്നത്. അതായത് ഈ അർത്ഥത്തിൽ പറഞ്ഞു വെക്കുന്നത്, നമുക്ക് അവരോടൊരു വിരോധമുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കുന്നതെന്നും മറുനാടൻ മലയാളി അങ്ങനെ നന്മമരം കളിക്കണ്ട എന്നുമാണ്. ഇതിന് ഞാൻ മറുപടി പറയുന്നതിന് മുൻപ് രേണുസുധി മറുനാടൻ മലയാളിക്ക് ഈ വീടിൻ്റെ പാലുകാച്ചലിൻ്റെ ദിവസവും അതിനു മുൻപ് മറുനാടൻ മലയാളി സീനിയർ റിപ്പോർട്ടർ ആർ പീയൂഷ് വീട് പണിയുന്ന സാഹചര്യത്തിൽ ഉൾപ്പെടെ രേണുസുധി മറുനാടൻ മലയാളിക്ക് കൊടുത്തിട്ടുള്ള ഒരു ബൈറ്റ് നിങ്ങൾ കാണേണ്ടതുണ്ട്. രേണു, വീട് എങ്ങനെയുണ്ട് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇമോഷണലായി. കാരണം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വീടാണിത്. ഞങ്ങളുടെ വീടല്ല, സൂചിച്ചേട്ടൻ്റെ വീട്. KHDC തന്ന ഏറ്റവും വലിയ സൂചിച്ചേട്ടൻ്റെ ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. ഒരുപാട് ഹാപ്പി. പ്രത്യേകിച്ച് KHDCക്കും ഫിറോസിക്കായ്ക്കും അതിനുള്ള എല്ലാ അംഗങ്ങൾക്കും എല്ലാവർക്കും, ഈ കൂട്ടായ്മ ചേരുന്ന എല്ലാവർക്കും, നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും ഒരുപാട് ഹാപ്പി. തങ്ങൾക്കൊരിക്കലും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്തൊരു വീടാണെന്നും ആ വീട് എന്ന് പറയുന്നത് പൂർണ്ണമായും അർത്ഥത്തിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും ഇത് ഒരു സ്വപ്ന ഭവനമാണെന്നും അങ്ങനെ മോഹങ്ങൾ പൂവണിയുന്നുവെന്നും സുധി നിലയം എന്നത് ഞങ്ങളുടെ സ്വപ്നമാണെന്നും ഒക്കെ പറയുന്ന രേണുസുധിയെ കാണാൻ സാധിക്കും. അങ്ങനെ പൂർണ്ണമായും അർത്ഥത്തിൽ ആ വീടിനോടും വീട് നിർമ്മിച്ചു നൽകിയ KHDC എന്ന് പറഞ്ഞ സ്ഥാപനത്തോടുമൊക്കെ നന്ദി രേഖപ്പെടുത്തുന്ന രേണുസുധി ആർ പീയൂഷിന് വ്യക്തമായി വീട് പാലുകാച്ചലിനും അതിന് തൊട്ട് മുൻപുമൊക്കെ വ്യക്തമായി അഭിമുഖം നൽകുന്നുണ്ട്. മറ്റൊരു വീഡിയോ കൂടി കാണാം. വീട് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? വീട് കണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടാൽ ഞാനിവിടെ ഉണ്ട്. പക്ഷേ എനിക്കും കെട്ടിടത്തിന് പണിയാണ്. സ്വന്തമായിട്ട് ഞാൻ കെട്ടിടം പണിതിട്ടുണ്ട്. അല്ലാതെ കമ്പനികളിലൊക്കെ നിന്ന് വർക്ക് ചെയ്ത് സ്വന്തമായിട്ടും പണി ചെയ്ത ഒരാളാണ്. ഇപ്പം സുഖമില്ലാതൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റാതിരിക്കുന്ന പണി ചെയ്യാത്ത. പിന്നെ അങ്ങനെയുള്ള ഞാനിവിടെ വന്ന് ഇതിൻ്റെ വാനം എടുക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ടത് വന്നിട്ടില്ല ഇന്ന് വരെ. വളരെ തൃപ്തി. അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ്. പുറമേ കാണുന്ന മൂടി തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക്, ഭിത്തിയാണെങ്കിലും ഇതിലെല്ലാ പണിയും വളരെ 100% തൃപ്തി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുകൊണ്ട്, പണി ചെയ്യുന്ന ഒരാളായിരുന്നുകൊണ്ട് വളരെ ഞാൻ എന്നും വീട്ടിൽ ചെന്ന് പറയും, ഓരോ പണി ഇവിടെ നടക്കുമ്പോൾ ഞാൻ വന്ന് കണ്ടിട്ട് അവിടെ ചെന്ന് പറയുന്ന രീതിയിലാണ്. രേണുസുധിയുടെ അച്ഛൻ തങ്കച്ചൻ എന്ന് പറയുന്ന അദ്ദേഹം മറുനാടൻ മലയാളിക്ക് നൽകുന്ന ഒരു ബൈറ്റാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വീടിന് വാനം വെട്ടുന്ന ഘട്ടം മുതൽ അതിനുശേഷം ഉണ്ടാവുന്ന അതായത് പാലുകാച്ചൽ വരെയുള്ള എല്ലാ ഘട്ടത്തിലും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. വളരെ നല്ല വീടാണ്, വളരെ മികച്ച വീടാണ്, ഞങ്ങൾക്ക് യാതൊരുവിധ പരാതിയുമില്ല എന്നും പറയുന്നുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രേണുസുധി ഈ വീടുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ, രേണുസുധിയുടെ ഒരു ഓൺലൈൻ ചാനൽ ചോദിക്കുന്നു, നോക്കൂ നിങ്ങൾ വീട് ചോരുന്നുണ്ടോ എന്ന് വളരെ റാൻഡമായി രേണുസുധിയോട് ചോദിക്കുന്നു. അപ്പോൾ രേണുസുധി അതിന് നൽകുന്ന മറുപടി എന്ന് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളതാണ്. തുടർന്ന് അത് വലിയ വിവാദങ്ങളാവുകയും KHDC എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ, അതായത് വീട് നിർമ്മിച്ചു നൽകുന്ന ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി മറുനാടൻ മലയാളിക്ക് തന്നെ ഒരു ബൈറ്റ് നൽകുന്നു. അങ്ങനെ ആയിരുന്നില്ല, പല ഘട്ടങ്ങളിലും രേണുസുധി ഈ തരത്തിൽ തങ്ങളെ വിളിച്ച് ബൾബ് മാറ്റണമെന്നും ഫാൻ മാറ്റണമെന്നും ഒക്കെ പറയും. പക്ഷേ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഞങ്ങൾ അവരോട് പറഞ്ഞ ലോക്കലി ആരെങ്കിലും ഒക്കെ ഒന്ന് അവൈലബിൾ ആക്കി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് എന്നും. അതിനുശേഷവും ഈ വീട് ചോരുന്നത് ലൂവേഴ്സ് വഴി ചാറ്റിലടിച്ചിട്ടാണ്. അതൊക്കെ പരിഹരിച്ച് നൽകുന്ന ഫിറോസിനെ കാണുന്നുണ്ട്.
നോക്കൂ, എങ്ങനെയാണ് മറുനാടൻ മലയാളി ഈ വിഷയത്തിൽ വന്നത് എന്നതൊരു പ്രത്യേകമായി തന്നെ ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഫിറോസ് എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായ അദ്ദേഹം, നമുക്ക് നമ്മൾ ആരെങ്കിലും സ്വന്തമായ ഒരു വീട് വെക്കാൻ തന്നെ കഷ്ടപ്പെടുമ്പോൾ മറ്റൊരാൾക്ക് വീട് വെച്ച് നൽകാൻ വരുന്ന ഒരു സാഹചര്യം. ആദ്യം ഫ്ലവേഴ്സും 24-ഉമാണ് സുധിക്ക് ഒരു വീട്, സുധിയുടെ മക്കൾക്കൊരു വീട് എന്നൊരു കാര്യവുമായി മുന്നോട്ട് വരുന്നത്. പിന്നീട് ഫ്ലവേഴ്സ് ഇതിൽ നിന്നും, ഈ പ്രൊജക്റ്റിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യത്തിൽ KSDC എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ, അതിന് നേതൃത്വം നൽകുന്ന ഫിറോസും ഇത് ഏറ്റെടുക്കുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഓരോ കാര്യങ്ങളും, ആ വീട്ടിലെ ഫർണിച്ചർ ആയിക്കൊള്ളട്ടെ, ആ വീട്ടിലെ മെറ്റൽ ആയിക്കൊള്ളട്ടെ, മണ്ണായിക്കൊള്ളട്ടെ, ടൈല് പണി ആയിക്കൊള്ളട്ടെ, ഓരോരോ കാര്യങ്ങളും സന്നദ്ധ പ്രവർത്തകർ, സന്നദ്ധ സേവനം മൂലവും നിരവധി ആളുകൾ സ്പോൺസർ ചെയ്തുമൊക്കെയാണ് ആ വീട് പൂർത്തീകരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ആദ്യഘട്ടത്തിൽ മറുനാടൻ മലയാളി ഒരു ഫ്രിഡ്ജ് നൽകണം, അഥവാ വീട്ടിൽ ഗൃഹോപകരണം വാങ്ങാൻ ഒരു 50,000 രൂപ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് ആണ് അറിയുന്നത് അതിനൊരു ചുറ്റുമതിൽ പണിയേണ്ടെന്ന ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ചുറ്റുമതിലിനായി ഒരു 1,19,000 രൂപ മറുനാടൻ മലയാളി കൊടുക്കുന്നു. ഒരു വലിയ മതിൽ, ഈ പറഞ്ഞതുപോലെ രേണുസുധി അതിൽ കാണിക്കുന്ന വലിയൊരു വിള്ളലൊക്കെ ആ മതിലിന് സംഭവിച്ചിട്ടുണ്ട്. അത്രയും പൊക്കത്തിലിരിക്കുന്ന ഒരു വീടിന് വലിയൊരു മതിലൊക്കെ കെട്ടി നൽകണമെങ്കിൽ, അതിന് അടിത്തറയൊക്കെ പാക്കി കെട്ടി നൽകണമെങ്കിൽ വലിയ തുകയാകും. മറുനാടൻ മലയാളി 1,19,000 രൂപ ഫിറോസിനാണ് നൽകുന്നത്. KSDC എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്കാണ് നൽകുന്നത്. തുടർന്നാണ് വീട് പണിത് കയറുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് മറുനാടൻ്റെ ടീം അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. നോക്കൂ, രേണുസുധി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് മറുനാടൻ മലയാളി അറിയാത്തതല്ല, മറുനാടൻ്റെ റിപ്പോർട്ടേഴ്സിനെ അറിയാത്തതല്ല. ഫിറോസ് എന്ന് പറയുന്ന ആൾ മറുനാടനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും അറിയാത്ത ആളല്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രേണുസുധി എന്തിനാണ് മറുനാടൻ മലയാളിയെ വെല്ലുവിളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിരന്തരമായി രേണുസുധി ഫിറോസിനെതിരെയും ആ വീട് മോശമാണ്, അത് ചോരുന്ന വീടാണ് എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ഫിറോസ് വലിയ വിഷമത്തോടു കൂടി മറുനാടൻ ഒരു അഭിമുഖം നൽകുന്നു. തുടർന്ന് മാത്രമാണ് മറുനാടൻ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുന്നത്. അതിനുശേഷം വീണ്ടും മറുനാടനെതിരെ തിരിയുന്ന രേണുസുധിയും തങ്കച്ചനെയും ഒക്കെ കാണുന്നൊരു സാഹചര്യമുണ്ടായി. നോക്കൂ, നിങ്ങൾക്ക് അഭിപ്രായം പറയാം, നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങളുടെ വീടാണ്, സുധിയുടെ മക്കളുടെ വീടാണ്, ആ വീടിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. എന്നാൽ വന്ന വഴി എല്ലാം മറന്നുകൊണ്ട് സ്വയം നന്മമരമാകാൻ വേണ്ടി മറുനാടൻ കളിക്കുന്ന കളിയാണെന്നൊക്കെ പറഞ്ഞ് വളരെ മോശം ഭാഷയിൽ പ്രതികരിക്കുന്ന രേണുസുധിയോട് ഒന്നും പറയാനില്ല. കാരണം ഈ വിഷയത്തിൽ എന്താണ് സത്യമെന്നും എന്താണ് നീതിയെന്നും എന്താണ് യാഥാർത്ഥ്യമെന്നും കൃത്യമായ ബോധം നമുക്കുണ്ട്. അതിന് തെളിവുകളുണ്ട്, അതിന് തെളിവുകളായി ദൃശ്യങ്ങളുണ്ട്, അതിന് തെളിവുകളായി സാമ്പത്തിക ഇടപാടിൻ്റെ രേഖകളുണ്ട്, എല്ലാം കൈവശമുണ്ട്. രേണുസുധിക്ക് ഒരു വീട് നൽകുക എന്നുള്ളതായിരുന്നില്ല, മറിച്ച് ഫിറോസുമായി ബന്ധപ്പെട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറുനാടൻ പണം നൽകുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. സുധി എന്ന് പറയുന്ന ഒരു കലാകാരനോടുള്ള ബഹുമാനം, ആ കലാകാരൻ്റെ 2 മക്കൾ അനാഥമാകപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കൊരു വീട് എന്നതിൻ്റെ സുരക്ഷിതത്വം, ഇതൊക്കെ മാത്രമാണ് മുന്നിൽ കണ്ടിരുന്നത്. ആ മനുഷ്യസ്നേഹം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു ഇനിഷ്യേഷൻ്റെ ഭാഗമായി മറുനാടൻ എത്തുന്നത്. എന്തായാലും രേണുസുധി ഇത്തരം വിഷയങ്ങളെല്ലാം സംസാരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി പക്വത കാണിക്കുക. താങ്കൾക്കെതിരെ നടത്തുന്ന വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തുന്ന വലിയൊരു സമൂഹം അവിടെയുണ്ട്. ആ സമൂഹത്തോട് യാതൊരു തരത്തിലും പൊരുത്തപ്പെടുകയോ ആ സമൂഹത്തോട് ചേർന്ന് നിൽക്കുകയോ ചെയ്യുന്ന ആളുകളല്ല മറുനാടൻ മലയാളി എന്നുള്ളത്. അത് വളരെ വ്യക്തമാണ്. താങ്കൾക്കെതിരെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ജാർഗൺ എടുത്ത് പ്രയോഗിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുമില്ല, നമ്മളങ്ങനെ ചെയ്യുകയുമില്ല. നമ്മളെപ്പോഴും മനുഷ്യപക്ഷത്താണുള്ളത്. താങ്കൾക്കൊരു ആവശ്യം വന്നപ്പോൾ കൂടെ നിന്നവരാണ്. അതുകൊണ്ട് വാക്കുകളിലും പ്രവൃത്തിയിലും പക്വത ഉണ്ടാവണം.